ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന നീതിയുടെ കവചം. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എഫെസ്യ ലേഖനം 6:14. ആകയാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ. നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ. റൈച്ചസ്നെസ്, പുട്ട് ഓൺ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നീതി ധരിച്ച് ഉറച്ചു നിൽപ്പിൻ. ദൈവത്തിൻ്റെ നീതി ധരിച്ച് ഉറച്ചു നിൽപ്പിൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീതി, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ദൈവവുമായി നേരെ ചൊവ്വേ നിൽക്കുന്നതാണ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. നേരെ ചൊവ്വേ നിൽക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി നിൽക്കുക. നീതിമാനായി ദൈവം നമ്മളെ ആക്കി നിർത്തുന്നതാണ് റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അല്ലെങ്കിൽ നീതിയുടെ കവചം ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കൂടെ നേരെ ചൊവ്വേ നിൽക്കുക. ക്രിസ്തു നമ്മളെ സത്യത്തിൻ്റെ ആത്മാവിൽ ആക്കുകയും സത്യം നമ്മൾ തിരിച്ചറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അതിനകത്ത് ദൈവത്തിൻ്റെ നീതിയുണ്ട്. ആ നീതിക്കകത്ത് ദൈവത്തിൻ്റെ കൂടെ നേരെ ചൊവ്വേ നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. യേശു ക്രിസ്തു പാപമായി തീർന്നു നമുക്ക് വേണ്ടി. യേശു ക്രിസ്തു നമ്മുടെ പാപം, ശാപം, രോഗം, ദാരിദ്ര്യം ഇതുമെല്ലാം സ്വർഗത്തിലെ ദൈവം ക്രൂശിൽ അവൻ്റെ ശരീരത്തെ ഏറ്റെടുത്ത് അതിനെ തകർത്ത് കളഞ്ഞു. ദൈവത്തിൻ്റെ നീതിക്കകത്ത് എന്നെയും നിങ്ങളെയും ദൈവം നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ സീരിയസ് നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടത് ദൈവത്തിൻ്റെ നീതിയുടെ കവചത്തിനകത്ത് നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും പലരും ദൈവത്തിൻ്റെ നീതിക്കകത്തല്ല നിൽക്കുന്നത്, സ്വന്തം നീതിക്കകത്താണ് നിൽക്കുന്നത്. സ്വന്തം നീതിക്കകത്തുനിന്ന് മാറി ദൈവത്തിൻ്റെ നീതിക്കകത്ത് നിൽക്കുമ്പോൾ നമ്മളിൽ ദൈവസ്നേഹം കാണും. നമ്മളിൽ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കാതെ ആ ബന്ധത്തിനകത്ത് നിലനിൽക്കാൻ ദൈവം സഹായിക്കും. ദൈവത്തിൻ്റെ ആ നിഷ്കളങ്കത നമ്മുടെ അകത്ത് വരും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഈ വചനം നമുക്ക് ഉറച്ചു നിൽക്കുവാൻ ഉള്ള ഇടയായിത്തീരും. ഫിലിപ്പിയ ലേഖനം 3:9. ഫിലിപ്പിയ ലേഖനം 3:9. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയിലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാൽ ഞാൻ അവനിൽ കാണപ്പെടും. കണ്ടോ? ന്യായപ്രമാണത്താലുള്ളതല്ല, എൻ്റെ സ്വന്തം നീതിയാൽ അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയാൽ ഞാൻ അവനിൽ കാണപ്പെടും. അപ്പം വിശ്വസിക്കുന്ന ഒരു നീതിയുണ്ട്, ദൈവം തരുന്ന ഒരു നീതിയുണ്ട്. ആ നീതിയാൽ ഞാൻ കാണപ്പെടുമെന്ന് പറയാം. ഹല്ലേലൂയ. ആ നീതിക്കകത്ത് നമ്മൾ ആ നീതിക്കകത്ത് നിന്നാൽ ആ നീതിക്കകത്ത് നമ്മൾ കാണപ്പെടും. ആ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് അതിനകത്ത് നമ്മൾ കാണപ്പെടും. ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമായി തീർത്തു. കണ്ടോ? പാപമറിയാത്ത ക്രിസ്തുവിനെ ദൈവം, പിതാവായ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. അവൻ മൂലം നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് തന്നെ. ക്രിസ്തുവിൻ്റെ നീതിയാകുവാൻ നമ്മുടെ പാപത്തെ സ്തോത്രം ദൈവം ക്രിസ്തുവിൽ വഹിച്ചു. ക്രൂശിൽ അതെല്ലാം ഏറ്റു. ഇന്ന് ദൈവത്തിൻ്റെ കവചം, നീതിയാകുന്ന കവചം നമുക്ക് ധരിക്കാം. ദൈവത്തിൻ്റെ നീതിക്കകത്ത് ആയിത്തീരാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ 9ാമത്തെ സീരീസ്
അനുഗ്രഹിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ വചനം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.